പ്രിയമുള്ളവരെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുവാൻ തക്കോണം കർത്താവ് വീണ്ടും ഒരു സാവകാശം ഒരുക്കി തന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഒരു ന്യായശാസ്ത്രിയോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. എന്താ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്നാണ് നമ്മൾ ഇന്ന് ആ വേദഭാഗം ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ന്യായശാസ്ത്രി വന്നിട്ട് അവരോട് ചോദിച്ചു, അവരോട് ചോദിച്ചു അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവൻ ചോദിച്ചു. യേശുവോട് ചോദിച്ചു, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന്. അപ്പൊ യേശു പറഞ്ഞു, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. യേശു പറഞ്ഞു, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പം നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല. ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും വലിയ കൽപ്പനയാണ് ദൈവ ഏകനെന്ന് വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യണം. അത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും തന്നെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുക. കൂട്ടുകാരനെ രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. അപ്പം ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, രണ്ട് കൂട്ടുകാരനെ സ്നേഹിക്കുക. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൂട്ടുകാരനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവരെയും നമ്മളെയും എല്ലാം ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. ആ ഒരു ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തെ സ്നേഹിയോടുള്ള സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് കൂട്ടുകാരനോട് സ്നേഹം നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് അവനോട് പറഞ്ഞു, അന്നേരം അവൻ പറഞ്ഞു, ഗുരു, ന്യായശാസ്ത്രി അവനോട് നന്ന ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. അപ്പൊ ന്യായശാസ്ത്രി പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നിട്ട് അവൻ ഏറ്റു പറഞ്ഞു, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനും ഇല്ല. ന്യായശാസ്ത്രി എന്താ പറഞ്ഞേ? ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനും ഇല്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് എന്ന് അവനോട് പറഞ്ഞു ന്യായശാസ്ത്രി. ഇത് അവിടെ പറഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത്, അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. അവന് ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു. അതാണ് ബുദ്ധി. ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നതാണ് ബുദ്ധി. ദൈവം ഏകനാണെന്ന് മനസ്സിലാക്കണം. ബുദ്ധിമാന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ബുദ്ധിയില്ലാത്തവർക്ക് ഒരിക്കലും ദൈവം ഏകനാന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ബുദ്ധിമാനായ അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു. അപ്പം ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവം ഏകനാന്ന് വിശ്വസിക്കാനും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കാനും പൂർണ്ണാത്മാവോടും സ്നേഹിക്കാനും കൂട്ടുകാരനെ അവനെ പോലെ തന്നെ സ്നേഹിക്കാനും സാധിക്കത്തുള്ളൂ. ബുദ്ധിയുള്ളവന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ജ്ഞാനം എവിടെ നിന്ന് വരുന്നത്? ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പോൾ ദൈവഭക്തനായ ഒരു മനുഷ്യന് മാത്രമേ ദൈവം ആരെന്ന് അറിഞ്ഞ് ദൈവത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കും, പൂർണ്ണഹൃദയത്തോടെ ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുകയും കൂട്ടുകാരനെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് ആര്? യേശു പറഞ്ഞവൻ ശാസ്ത്രിയോട് എന്നാ പറഞ്ഞ്, നീ രാജ്യത്തോട് അകന്നവനല്ല. അപ്പൊ ഇങ്ങനെയുള്ളവനാണ് ദൈവരാജ്യത്തോട് അടുത്ത് നിൽക്കുന്നവൻ. ദൈവരാജ്യത്തോട്
ബന്ധമുള്ളവൻ, അടുത്ത് നിൽക്കുന്നവൻ ഇങ്ങനെ വിശ്വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അപ്പം യേശു പറഞ്ഞത് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. അപ്പൊ ദൈവരാജ്യത്തോട് അടുപ്പമുള്ളവനായി തീരണമെങ്കിൽ ദൈവം ഏകനെന്ന് മനസ്സിലാക്കുകയും ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കുകയും ചെയ്യണം. കേട്ടവനും അനുഗ്രഹം